അപ്പോൾ ഈ നമ്മുടെ ഈ ദശാംശം മാറ്റിവെക്കുന്നതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഓക്കെ, ഈശോയെ കൊടുക്കാൻ ചോദിച്ച ചോദ്യത്തിൽ ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ നാണയത്തിൽ ആരാ ഉള്ളത്? സീസർ. സീസറിനുള്ളത് സീസർ അല്ലേ? ദാറ്റ് മീൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും പണത്തെ നമ്മൾ വിതരണം ചെയ്യുമ്പോഴും കൃത്യമായി ന്യായമായി വിവേകത്തോടെ ചെയ്യേണ്ടി വരും. അവിടെയാണ് ഈ ചോദിച്ച ചോദ്യം ദശാംശം വരുന്നത്. എന്തിന് ഞാൻ ദശാംശം കൊടുക്കുന്നു അല്ലേ? പഴയ നിയമത്തിൽ നിന്നാണ് ഈ ദശാംശം എന്നുള്ള ആശയം ഇങ്ങോട്ട് വന്നിട്ട് പലപ്പോഴും പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ 50% എത്തിച്ചെല്ലുന്നുണ്ട് കേട്ടോ. എന്താണ് ദശാംശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഔദാര്യമാണ് മണി. മണി ഈസ് ദ ജനറോസിറ്റി ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഔദാര്യമാണ്. അതായത് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ ഒരാൾ ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നു. ജോലി ചെയ്യാൻ കാരണം അയാൾക്ക് വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ട്. വിദ്യാഭ്യാസം കിട്ടാൻ കാരണം അയാളെ സ്കൂളിൽ ചേർക്കാൻ ഇറക്കി ഉണ്ടായിരുന്നത് കൊണ്ടാണ്, 1ാം ക്ലാസ്സിൽ ചേർക്കാൻ ആളുണ്ടായതുകൊണ്ട്. മാത്രമല്ല പഠിക്കാൻ സഹായകരമായിട്ടുള്ള ഞാൻ കഴിഞ്ഞ ദിവസം ഇക്കണോമിക്സിന് ഫുൾ A+ കിട്ടിയ, അതായത് 200 ഔട്ട് ഓഫ് 200 ഫുള്ള് മേടിച്ച കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ ചീഫ് ഗസ്റ്റായിട്ട് പോയി. അപ്പോൾ ഞാൻ പിള്ളേരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയത് എന്തുകൊണ്ടാണ്? 2 കാര്യങ്ങൾ അവിടെയുണ്ട്. ഒന്ന് നിങ്ങളുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി, 2 നിങ്ങളുടെ മെമ്മറി പവർ. ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ബുദ്ധിപരമായ കഴിവുള്ളതുകൊണ്ട് പഠിച്ചു, ഓർമ്മശക്തി ഉള്ളതുകൊണ്ട് പരീക്ഷ എഴുതി. ഇത് 2 ഏത് മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചതെന്ന് ചോദിച്ചു. ആരും മിണ്ടുന്നില്ല. ഒരു 60ഓളം കുട്ടികൾ അവരുടെ മാതാപിതാക്കളുള്ളൊരു സദസ്സാണ്. ഇത് 2 എവിടെ നിന്നാണ് മേടിച്ചത്? ഇത് 2 ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദാനത്തെ പതുക്കെ നിങ്ങൾ വളർത്തിയെടുത്ത്. 1ാം ക്ലാസ്സിലുണ്ടായിരുന്ന ബുദ്ധിശക്തി ഓർമ്മശക്തിയിൽ 2ലെത്തിയപ്പോൾ 3ലെത്തിയപ്പോൾ നിങ്ങൾ വളർത്തിയെടുത്തു. അത് നിങ്ങളുടെ ശ്രമമുണ്ട്. പക്ഷേ ബേസിക്കലി ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ പഠിച്ച് ജോലി കിട്ടിക്കഴിയുമ്പോൾ ഓർത്തോളണം, ഈ ഗിഫ്റ്റിന്മേലാണ് ഞാൻ ഈ പണിതത്. ഈ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും എന്നുള്ള ദൈവത്തിൻ്റെ ദാനത്തിന്മേലാണ് പണിത് ഞാൻ റാങ്ക് മേടിച്ചതും ഡെന്നിയുടെ കേസിലാണ് MBA പാസ്സായതും എല്ലാം അല്ലേ? അവിടെ ചെന്ന് എത്തിച്ചത്. അപ്പോൾ ഞാൻ വലിയ MBA കാരനാണെന്നല്ല പറയണത്, ദൈവം ബുദ്ധിശക്തി ഓർമ്മശക്തി തന്നുകൊണ്ട് ഞാൻ MBA വരെ എത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുകയും അതുകൊണ്ട് തന്നെ ഇതുമൂലം നമുക്ക് ദൈവം തരുന്ന പണത്തെ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ നമ്മുടെ കഴിവുകൾ കൊണ്ടോ മറ്റെന്തെങ്കിലും താലന്തുകൾ കൊണ്ടോ സൃഷ്ടിച്ചെടുത്ത പണത്തിൻ്റെ ഒരു വീതം ദൈവത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ദൈവം അവിടെ ഇങ്ങനെ കാശും ചോദിച്ചിരിക്കുന്നതല്ല, അത് പങ്കുവെക്കേണ്ട ആൾക്കാരെ ദൈവം നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. അത് പള്ളിക്കാകാം, സഭയ്ക്കാകാം, മറ്റ് വ്യക്തികൾക്കാകാം, ഒരു സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയാകാം, സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയാകാം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സഭയുടെ എല്ലാ സ്ഥാപനങ്ങളും എടുത്ത് നോക്കുക, സ്കൂളാകട്ടെ, കോളേജാകട്ടെ, പള്ളിയാകട്ടെ, പണ്ട് കാലത്ത് മനുഷ്യൻ പിടിയേരി കൊടുത്തുണ്ടാക്കിയതാണ്. പണ്ട് കാലത്ത് അമ്മമാരൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഞായറാഴ്ചകളിൽ ഒരുപടി അരിയായിട്ട് പോകുള്ളൂ. ദശാംശത്തിൻ്റെ മറ്റൊരു രൂപമാണ് അവർക്കുള്ളതിൻ്റെ സമ്പത്തിൻ്റെ ഒരു വീതം കൊണ്ടുവന്ന്. നമ്മളിന്ന് നോക്കുമ്പോഴത്തേക്കും ചിലർ പറയില്ലേ, കണ്ണായ സ്ഥലമൊക്കെ സഭയുടെയാന്ന് പറയും. അതൊന്നും കണ്ണായ സ്ഥലമായിരുന്നില്ല, സഭ അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തു? ഒത്തിരി പേരുടെ അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. ഒരു വൈദികൻ്റെ ദീർഘവീക്ഷണം, അനേകരുടെ സഹകരണം, അനേകം അൽമായരവരുടെ ആയുസ്സും ആരോഗ്യവും പണവും അതിലേക്ക് നിക്ഷേപിച്ചു. അങ്ങനെയാണ് നമ്മൾ നോക്കുന്ന ഈ സ്കൂളോ കോളേജോ വലിയ വലിയ പള്ളികൾ, ഇതെല്ലാം ദശാംശത്തിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യരുടെ സഹകരണത്തിൽ നിന്ന് ഉണ്ടായതാണ്. അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പം പറഞ്ഞ സീസർക്കുള്ള സീസറിനും അതല്ല നമ്മുടെ ചോദ്യം, ദൈവത്തിനുള്ള ദൈവത്തിനും. അപ്പോൾ ദൈവം ഉദാരമായി എനിക്ക് തന്നതുകൊണ്ട് ഞാനതിൻ്റെ ഒരു വീതം ദൈവിക കാര്യങ്ങൾക്കായി ഉപയോഗിക്കും. ഓക്കെ. ഒരിക്കലൊരു ധനവാൻ യേശുവിനോട് പറയുമായിരുന്നു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് വേണം? യേശു പറയും, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറയാം. പുള്ളി വളരെ സങ്കടത്തോടു കൂടിയാണ് പോയത്, കാരണം പുള്ളിക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. ചോദ്യം ഇതാണ്, അതായത് സമ്പത്ത് സൃഷ്ടിക്കാൻ വേണ്ടി പോകുമ്പോൾ ദൈവത്തിനെ അന്വേഷിക്കാനായിട്ട് പോകുന്നതും ഇത് രണ്ടും തമ്മിലുള്ള സന്തുലനാവസ്ഥ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്? വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സന്തുലിതമായിട്ട് കൊണ്ടുപോകാം. ലോകത്തിലെ വലിയ ധനാഢ്യന്മാരെല്ലാം ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരാണ്. ഈ പർട്ടിക്കുലർ ഇൻസിഡൻറ്റ്, ഇപ്പോൾ പരാമർശിച്ച ഇൻസിഡൻറ്റിലുണ്ടല്ലോ, ആ വ്യക്തി കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്ന ചോദ്യം ബ്യൂട്ടിഫുള്ളാണ്. ചോദ്യം കറക്റ്റായിട്ട് മനസ്സിലായാലേ ഈ ഉത്തരത്തിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നത്, നല്ലവനായ ഗുരു, ഞാൻ 3 സുവിശേഷങ്ങളും കൂടി ചേർത്ത് വായിക്കുകയാണ്, സമാന്തര സുവിശേഷങ്ങൾ. അതായത് മത്തായി, മർക്കോസ്, ലൂക്ക 3 സുവിശേഷങ്ങളും കൂടി എല്ലായിടത്തും ഉണ്ട് ഈ ഭാഗം. 3ഉം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ ചോദ്യം ഇങ്ങനെയാണ്. ഞങ്ങളെ ടീച്ചർമാർ പറയേ, ചോദ്യം കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഉത്തരം ശരിയാക്കിയാലെന്ന് പറയും. ആ ചോദ്യം ഇങ്ങനെയാണ്, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ
ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത്. എന്ത് നന്മയാണെന്ന് മർക്കോസ് സുവിശേഷങ്ങളിലാണുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നിത്യജീവനായിരുന്നു. നിത്യജീവൻ കിട്ടണമെങ്കിൽ നന്മ ചെയ്യണമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ ആ വ്യക്തി ചെയ്യേണ്ട നന്മയെക്കുറിച്ച് ഈശോ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അയാൾ പറഞ്ഞ ഞാൻ പ്രമാണങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ചിലയിടത്ത് ധനികനായ യുവാവെന്നും ചിലയിടത്ത് ധനികൻ എന്നൊക്കെയാണ് ആ പരാമർശങ്ങൾ. അപ്പം ഒരു യുവാവ് ഓടിക്കേറി ചെന്ന് ചോദിച്ചു എന്നും പരാമർശമുണ്ട്. ഓടിക്കേറി. ഇന്നത്തെ യുവാക്കൾ ഓടിക്കേറി ചെന്ന് ചോദിക്കുന്ന റൺസ് എത്രയായിരുന്നോ അല്ലെങ്കിൽ ഗോളടിച്ചോ ഇതൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ വ്യക്തി നോക്കണേ, ചെന്ന് ചോദിച്ച ചോദ്യം നിത്യജീവനെക്കുറിച്ചുള്ള ചോദ്യമാണ്. നിത്യജീവനെക്കുറിച്ചുള്ള ചോദ്യം മനോഹരമായി, ബൈബിളിലെ മനോഹരമായ ചോദ്യമാണത്. നിത്യജീവൻ ആ വ്യക്തിക്ക് കിട്ടണമെങ്കിൽ ആ വ്യക്തിയുടെ ചില ആസക്തികളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകാനുണ്ട്. പ്രധാനപ്പെട്ട ആസക്തി ധനമായിരുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് നിത്യജീവൻ കിട്ടണമെങ്കിൽ ഇനി ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകണം. അവന് കണക്കറ്റ സ്വത്തുണ്ടാകും. ആ ഭാഗം ഇങ്ങനെ അവസാനിക്കുന്നത്, യേശു അവനെ വ്യസനത്തോടെ നോക്കി, അവൻ ദുഃഖത്തോടെ കടന്നുപോയി. നോക്കണേ, അതാ അവസാനിക്കുന്ന രീതി നോക്കിയേ. ദാറ്റ് മീൻസ് പണത്തോട് ഒട്ടിച്ചേർന്ന ഒരു മനുഷ്യൻ്റെ പതനമാണ് അവിടെ കാണുന്നത്. ഇതിൻ്റെ അർത്ഥം പണം ഉണ്ടാക്കണ്ടെന്നോ പണം സ്വരൂപിക്കേണ്ടെന്നോ പണം കൊടുക്കേണ്ടെന്നോ ഒന്നുമല്ല. പണത്തോട് ഒട്ടിച്ചേരാതെയുള്ള ജീവിതശൈലി. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവുണ്ട്. നിനക്കൊരു കുറവുണ്ടെന്ന് അതിനകത്ത് പറയുന്നത്. നിനക്കൊരു കുറവുണ്ട്. എന്താണ് കുറവ്? നിത്യജീവന അവകാശമൊക്കെ നിനക്കുള്ള കുറവ്. യു ആർ സോ മച്ച് അറ്റാച്ച്ഡ് ടു ദ പൊസഷൻസ്, ദ മണി, ദ റിച്ച്നെസ് ദാറ്റ് യു ഹാവ്. അപ്പോൾ അവിടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് അതൊരു വ്യക്തിപരമായ കറക്ഷനാണ്. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം പണമാകണമെന്നില്ല. വേറെ മറ്റു പലതുമായിരിക്കും നിത്യജീവനിൽ നിന്ന് അവരെ തടയുന്നത്, അല്ലേ? നിനക്കൊരു കുറവുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമുക്കുള്ള കുറവുകളെ കണ്ടുപിടിക്കണം. ഈ പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ ഇവനെ സംബന്ധിച്ചോളം പണമാണ്. വേറൊരാൾക്ക് പ്രശസ്തിയാകാം, വേറൊരാൾക്ക് അഹങ്കാരമാകാം, അല്ലേ? വേറൊരാൾക്ക് തെറ്റായ ബന്ധങ്ങളാകാം. നിനക്കൊരു കുറവുണ്ട്. അപ്പം അതാണ് നമ്മൾ ഇതിനകത്തുനിന്ന് വായിച്ചെടുക്കേണ്ടത്. ഓക്കെ.